ആലില കമ്മ്യൂണിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് കെ സ്മാർട്ട് ആപ്പിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ എങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇവയൊക്കെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള തിരുത്തലുകളും മറ്റും വരുത്തത്, അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായി ഗൂഗിൾ വെബ് ബ്രൗസറിൽ നമുക്ക് കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നതായിരിക്കും കെ സ്മാർട്ട് ഡെലിവറി ഡിജിറ്റൽ ഹാപ്പിനെസ് LSDD എന്ന് പറഞ്ഞ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, കോമൺ മാരേജ് രജിസ്ട്രേഷൻ, ഇങ്ങനെ കുറേ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് 3 ഓപ്ഷൻ കാണാം. നോർമൽ സെർച്ച് ഉണ്ട്, സ്മാർട്ട് സെർച്ച് ഉണ്ട്, അഡ്വാൻസ്ഡ് സെർച്ച് ഉണ്ട്. നോർമൽ സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ്, കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് ചെയ്യുക. സ്മാർട്ട് സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നമ്പർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സെർച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി ടൈപ്പ്, നമ്മുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മദറിൻ്റെ നെയിം വെച്ച് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏതാണോ ഡിസ്ട്രിക്റ്റ് വരുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോക്കൽ ബോഡി ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോക്കൽ ബോഡി ഏതാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നമ്മുടെ മദറിൻ്റെ നെയിം എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പഴയതുപോലെ അല്ല, ഇപ്പോൾ പുതിയ സർട്ടിഫിക്കറ്റ് ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. കളറാണ് വരുന്നത്. നമുക്കത് പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പഴയതുള്ളവർക്കൊക്കെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പുതിയത് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റും മാരേജ് സർട്ടിഫിക്കറ്റും ഒക്കെ നമുക്ക് ഇതേപോലെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഹോമിലോട്ട് പോയി കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബർത്ത് രജിസ്ട്രേഷൻ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തൊക്കെ സർവീസസ് അവൈലബിൾ ആണ് നോക്കാം കേട്ടോ. ബർത്ത് രജിസ്ട്രേഷനിൽ നമുക്ക് എന്തൊക്കെ സർവീസസ് നോക്കാം അവൈലബിൾ ആണെന്നുള്ളത്. ബർത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് ന്യൂ രജിസ്ട്രേഷൻ, ബർത്ത് നെയിം ഇൻക്ലൂഷൻ, ബർത്ത് നെയിം കറക്ഷൻ, ബർത്ത് രജിസ്ട്രേഷൻ കറക്ഷൻ, ബർത്ത് രജിസ്ട്രേഷൻ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ, ബർത്ത് രജിസ്ട്രേഷൻ സ്റ്റിൽ ബർത്ത്, ബർത്ത് രജിസ്ട്രേഷൻ അഡോപ്ഷൻ, ബർത്ത് നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ്, ബർത്ത് രജിസ്ട്രേഷൻ ട്രെയിനിങ് വീഡിയോസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബർത്ത് രജിസ്ട്രേഷൻ കറക്ഷൻ എന്തൊക്കെയാണ് വരുന്നത്, കറക്ഷനിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാൻ വേണ്ടി പറ്റും. കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഡേറ്റ് ഓഫ് ബർത്തിലുള്ള കറക്ഷൻ ചേഞ്ച് ചെയ്യാൻ, അതിനകത്തുള്ള കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഫീ ഒന്നും വരുന്നില്ല. റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് വരുന്നത് ആധാർ ഓഫ് പാരൻസ് ആൻഡ് ഇൻഫോർമൻ്റ് എന്നാണ്. ഈ അവൈലബിൾ ഓൺലി അതാണ് വരുന്നുള്ളൂ. അപ്പോൾ അത് ഹോസ്പിറ്റൽ ഇൻആക്റ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണോ അതോ ആക്റ്റീവ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലല്ല വേറെ എവിടെയെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കറക്റ്റ് നമുക്ക് ഏതാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്ത് വരുന്നത് സെക്സ് കറക്ഷൻ, അതായത് നമ്മുടെ ജെൻഡറിൽ വരുന്ന കറക്ഷൻ. ചിലപ്പോൾ മെയിലായിട്ടുള്ളവർക്ക് ചിലപ്പോൾ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ വരുന്നത് ഫീമെയിലായിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കറക്ഷൻ എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയും കുറേ അതിനകത്ത് സബ് ഓപ്ഷൻസ് കുറേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഫീ എന്താണെന്നും അതുപോലെ തന്നെ ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളതെന്നും കാട്ടുന്നുണ്ട്. പിന്നെ കറക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാദർ ഓർ മദർ നെയിം കറക്ഷൻ പറ്റും, ആധാർ ഇൻക്ലൂഷൻ, പ്ലേസ് ഓഫ് ബർത്തിലെ കറക്ഷൻ, അതുപോലെ തന്നെ അഡ്രസ്സിൽ വരുന്ന കറക്ഷൻ. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
കറക്റ്റായിട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് ഇതിനകത്ത് പറയുന്നുണ്ടാവും, എത്ര ഫീ വരുന്നുണ്ടെന്നും പറയുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും കാണാൻ വേണ്ടി പറ്റും എന്തൊക്കെ സർവീസസ് ഒക്കെ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നേരത്തെ ഒന്നും മുനിസിപ്പാലിറ്റീൻ്റെയും കോർപ്പറേഷൻ്റെയും ഒന്നും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുണ്ടായിരുന്നില്ല, ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫോണിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർ ഡോക്യുമെൻറ്റ്സ് പറയുന്നത് കറക്റ്റായിട്ട് എല്ലാം വേണമെന്നേ ഉള്ളൂ, ആ കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ കെ-സ്മാർട്ടിൽ ചെയ്യുന്ന സർവീസസിനെ കുറിച്ച് നമ്മൾ ഓരോ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.